ഇതുപോലെ ഒരു കണ്ണാടി കയ്യിലെടുത്തോളൂ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പലപ്പോഴും കരുതുന്നത് പിഗ്മെന്റേഷൻ സഡൻലി വരുന്നതാണ് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി ഒരു ദിവസം കണ്ണാടിയിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോഴോ ആയിരിക്കും ഇത് നമ്മുടെ മുഖത്ത് എപ്പോഴാണ് വന്നതെന്നോർത്ത് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് പറഞ്ഞാൽ പിഗ്മെന്റേഷൻ ഒരിക്കലും സഡൻലി വരുന്ന ഒന്നല്ല. അത് വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മുഖം നമ്മളോട് ചെറിയ മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവ അത്ര ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം, അല്ലെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്തു. ആ ചെറിയ സൂചനകളാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം വരുന്നതിന് മുൻപ് തന്നെ മുഖം നമ്മളോട് പറയുന്ന ആ ഒരു 7 വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഞാൻ പറയാൻ പോകുന്നതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ടെങ്കിൽ അതൊരു ക്ലിയർ സൈനാണ്, നിങ്ങൾക്കിപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് അത് തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പിഗ്മെന്റേഷൻ വരുന്നതിന് മുൻപ് നമ്മുടെ മുഖം കാണിക്കുന്ന ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് സ്കിൻ ടോൺ അൺഈവൻ ആകുന്നതാണ്. മുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ ഡാർക്കായി തോന്നാൻ തുടങ്ങും. പ്രത്യേകിച്ച് കവിളുകളിലും കണ്ണിന് ചുറ്റും. ആദ്യം അത് വളരെ ചെറുതായിട്ടായിരിക്കും വരിക, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധിക്കാനാകാത്ത രീതിയിലായിരിക്കും. പക്ഷേ ഇത് പിന്നീട് പിഗ്മെന്റേഷനായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മുഖത്തുണ്ടോ എന്ന് ഇന്ന് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പിഗ്മെന്റേഷൻ വരാനുള്ള ആദ്യത്തെ ഒരു വാർണിംഗ് സൈനാണ് ഇത്. ഇനി രണ്ടാമത്തെ ഒരു സൂചന എന്ന് പറയുന്നത് മുഖത്ത് അവിടെ എവിടെയായി ഡാർക്ക് പാച്ചസ് കാണാൻ തുടങ്ങുന്നതാണ്. ആദ്യം വളരെ ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ചെറിയ പാടുകളായിരിക്കും. അതുകൊണ്ട് പലരും ഇത് സാധാരണ ബ്ലെമിഷസ് അല്ലെങ്കിൽ സൺ ടാൻ ആണെന്ന് കരുതി ഇഗ്നോർ ചെയ്യും. പ്രത്യേകിച്ച് കവിളുകളിലും നെറ്റിയിലും ഈ ഭാഗങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ പാടുകൾ കാണപ്പെടാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഈ പാടുകൾ ഒറ്റത്തവണ വന്നിട്ട് പോകുന്നവയല്ല. പതിയെ പതിയെ സെയിം സ്ഥലത്തു കൂടി ഡാർക്ക് ആകാൻ തുടങ്ങും. നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ വിട്ടാൽ അത് പിന്നീട് കൂടുതൽ വിസിബിളായി ക്ലിയർ പിഗ്മെന്റേഷനായിട്ട് മാറും. അതുകൊണ്ട് ഇത്തരം ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ഏർലി വാർണിംഗ് സൈനാണ്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് സൺ എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്കിൻ എളുപ്പത്തിൽ ഡാർക്ക് ആകുന്നതാണ്. മുമ്പത്തെ പോലെ വേഗത്തിൽ റിക്കവർ ആകുന്നില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കുറച്ചു നേരം സൂര്യപ്രകാശത്തിൽ പോയാലും സൺ ടാൻ അടിച്ച് അത് നീണ്ടു നിൽക്കാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും ഇത് സാധാരണ സൺ ടാൻ ആണെന്ന് കരുതി ഇഗ്നോർ ചെയ്യും. പക്ഷേ റിപ്പീറ്റഡായി ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതൊരു സൈനാണ് സ്കിന്നിൽ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നുണ്ടെന്ന്. അതായത് ഇത് പതിയെ പതിയെ പിഗ്മെന്റേഷനായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൺ എക്സ്പോഷർ കഴിഞ്ഞ് സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ക്ലിയർ ഏർലി വാർണിംഗ് സൈനാണ്. ഇനി നാലാമത്തെ ഒരു സൂചനയാണ് മുഖത്ത് ഡൾനെസ് കൂടാൻ തുടങ്ങുന്നത്. മുഖം മുമ്പത്തെ പോലെ ഫ്രഷായി തോന്നാതെ, ഗ്ലോ ഒട്ടുമില്ലാതെ വല്ലാതെ ടയേർഡായിട്ട് കാണാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും ഇത് ടയേർഡ്നെസ് അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൊണ്ടാണെന്ന് കരുതി ഇഗ്നോർ ചെയ്യും. പക്ഷേ എല്ലാ സമയത്തും അതല്ല കാരണം. ശരിയായ രീതിയിൽ നോക്കിയാൽ ഇത് സ്കിന്നിൽ മെലാനിൻ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഒരു സൈനാകാം. അങ്ങനെ വന്നാൽ കോംപ്ലക്ഷൻ ഡള്ളായി മാറും. ഒരേ ടോൺ ഇല്ലാതെ മുഖം അൺഈവനായി കാണാൻ തുടങ്ങും. ഇത് ഏർലി സ്റ്റേജിൽ തന്നെ ശ്രദ്ധിച്ചാൽ പിന്നീട് വരുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് മുഖത്തിലെ ഈ ഒരു ഡൾനെസ് ചെറിയ കാര്യമാണെന്ന് കരുതാതെ ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ ഒരു സൂചന എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ലിപ്പിലും നമ്മുടെ മേൽചുണ്ടിലും അതേപോലെ നമ്മുടെ നെറ്റിയിലും ചെറിയ രീതിയിൽ ഡാർക്കനിങ് കാണാൻ തുടങ്ങുന്നതാണ്. ആദ്യം ഇത് വളരെ സ്ലൈറ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് പലരും ഇത് സൺടാൻ അല്ലെങ്കിൽ ഷാഡോ എഫക്റ്റ് ആണെന്ന് കരുതി ഇഗ്നോർ ചെയ്യും. പക്ഷേ റിപ്പീറ്റഡായി ഇതേ ഭാഗങ്ങളിൽ ഡാർക്ക് ഷെയ്ഡ് കാണാൻ തുടങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഹോർമോണൽ പിഗ്മെന്റേഷൻ സാധാരണയായിട്ട് ഈ ഒരു ഏരിയാസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മേൽചുണ്ടിന്റെ ഭാഗത്ത് ചെറിയ ഡാർക്ക്നെസ് കാണുമ്പോൾ അത് ഗ്രാജ്വലി കൂടുതൽ വിസിബിൾ ആകാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ നെറ്റിയിലും അൺഈവൻ ഷെയ്ഡ് വരാം. ഈ ഒരു ചേഞ്ചസ് ഏർലി സ്റ്റേജിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ ഡീപ്പ് പിഗ്മെന്റേഷൻ വരുന്നത് കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഈ ഏരിയാസിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആറാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് സ്കിൻ സെൻസിറ്റിവിറ്റി കൂടാൻ തുടങ്ങുന്നതാണ്. മുൻപത്തേതുപോലെ അല്ലാതെ ചെറിയ സൺ എക്സ്പോഷർ ഉണ്ടായാലും സ്കിന്നിൽ റെഡ്നെസ് അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് വരാൻ തുടങ്ങും. പലരും ഇത് ടെമ്പററി റിയാക്ഷൻ ആണെന്ന് കരുതി ഇഗ്നോർ ചെയ്യും. പക്ഷേ റിപ്പീറ്റഡായി ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് സ്കിന്നിൻ്റെ ബാരിയർ വീക്ക് ആവുന്നതിൻ്റെ ഒരു സൈനാണ്.
അങ്ങനെ വന്നാൽ സ്കിൻ കൂടുതൽ സെൻസിറ്റീവ് ആകും, മെലാനിൻ പ്രൊഡക്ഷൻ കൂടി പിന്നീട് പിഗ്മെന്റേഷനായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് വെയിലത്ത് പോയതിനു ശേഷം സ്കിൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതൊരു ഏർലി വാർണിംഗ് സൈനായി കാണേണ്ടതാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് 7ാമത്തെ കാര്യമെന്ന് പറയുന്നത് പഴയ ആക്നി മാർക്സ് ഫെയ്ഡ് ആകാൻ കൂടുതൽ സമയമെടുക്കുന്നതാണ്. മുമ്പത്തെ പോലെ ഒരു പിമ്പിൾ പോയാൽ അതിൻ്റെ പാട് വേഗത്തിൽ മാറുന്നില്ല, മാർക്സ് കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. പലരും ഇത് സാധാരണ കാര്യമാണെന്ന് കരുതി വലിയ കാര്യമാക്കാറില്ല. പക്ഷേ ഇത് സ്കിന്നിൽ പിഗ്മെന്റേഷൻ ടെൻഡൻസി കൂടുന്നതിൻ്റെ ഒരു സൈനാണ്. അങ്ങനെ വന്നാൽ ചെറിയ മാർക്സ് പോലും ഈസിലി ഡാർക്കായി നിൽക്കും, പിന്നീട് അത് ക്ലിയർ പിഗ്മെന്റേഷനായി മാറാനുള്ള ചാൻസ് കൂടുന്നതായിരിക്കും. അതുകൊണ്ട് ആക്നി പോയതിനു ശേഷമുള്ള മാർക്സ് എത്ര സമയം എടുത്താണ് മാറുന്നതെന്ന് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് പിഗ്മെന്റേഷൻ വരുന്നതിന് മുൻപ് മുഖം കാണിക്കുന്ന ഒരു സൈനാണ്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇവയെല്ലാം നമ്മുടെ മുഖം നേരത്തെ തന്നെ ഒരുക്കുന്ന മുന്നറിയിപ്പുകളാണ്. ഇത് ചെറിയ കാര്യങ്ങളാണ് എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത്, കാരണം ഏർലി സ്റ്റേജിൽ തന്നെ ശ്രദ്ധിച്ചാൽ പിഗ്മെന്റേഷൻ വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. അതിൽ 1ാമത്തെ കാര്യമെന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. ഇത് ഒരു ഓപ്ഷനല്ല, ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണത്. ഇനി 2ാമത്തെ കാര്യം, നിങ്ങൾ അനാവശ്യമായിട്ട് വെയിൽ കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പുറത്തേക്ക് പോകുമ്പോൾ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3ാമത്തെ കാര്യം, വളരെ ഹാർഷായിട്ടുള്ള പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്ത് ജെന്റിലായ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക. കൂടാതെ ശരീരത്തിന് വേണ്ട ഹൈഡ്രേഷനും നല്ല സ്ലീപ്പും കൊടുക്കുക. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം പുറത്തുനിന്നുള്ള കെയർ മാത്രമല്ല, ഉള്ളിൽ നിന്നുകൂടി കൊടുക്കേണ്ടതാണ്. ഈ ചെറിയ കാര്യങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ വരുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് തടയാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖം ഒരു ദിവസം കൊണ്ടല്ല മാറുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ചെറിയ സൂചനകളാണ് പിന്നീട് വലിയ മാറ്റങ്ങളായിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മൾ പ്രശ്നം വന്നതിന് ശേഷമാണ് ഒരു സൊല്യൂഷൻ അന്വേഷിക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ പല പ്രശ്നങ്ങളും വരുന്നതിന് മുൻപേ തന്നെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം പറയുന്ന ഈ ചെറിയ സൈൻസ് നിങ്ങൾ അവഗണിക്കാതിരിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ ശ്രദ്ധിക്കുന്ന നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ ബ്യൂട്ടി മാറാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു കണ്ണാടി എടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമല്ലോ, അല്ലേ? നോക്കുക. നമുക്ക് നമ്മുടെ മുഖം നല്ലതായിട്ടിരിക്കാൻ വേണ്ടി അത് വളരെ ആവശ്യമാണ്. മറ്റൊരാൾ പറഞ്ഞ് അറിയുന്നതിന് മുൻപായിട്ട് നമ്മൾ തന്നെ അത് നോക്കി നമുക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വളരെ മുൻപേ തന്നെ ചെയ്തു തുടങ്ങാമല്ലോ. അതല്ലേ നല്ലത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.